ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോർപ്പറേറ്റ് ലോ ആൻഡ് ബിസിനസ് റെഗുലേഷൻ്റെ മൊഡ്യൂൾ 5 അതായത് മാനേജ്മെന്റ് ഓഫ് കമ്പനീസ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് ചോദിച്ചാൽ, കമ്പനി നമുക്കറിയാമല്ലേ ഒരു ആർട്ടിഫിഷ്യൽ ജുറിസ്ഡിക്കൽ പേഴ്സൺ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് ബൈ ഇറ്റ്സ് ഓൺ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കിപ്പം പോയിട്ട് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിട്ട് സൈൻ ചെയ്യാം. നമുക്കായിട്ട് ഒരാൾക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം, കേസ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആക്ച്വലി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ബൈ ഇറ്റ്സ് ഓൺ ഒരു കാര്യം ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ എന്നല്ല, ചെയ്യുന്നുള്ളത് നോട്ട് അറ്റ് ഓൾ അത്ര പോസിബിൾ അല്ല. ഓക്കെ, ഓൺ ബിഹാഫ് പ്രവർത്തിക്കാൻ കുറച്ച് ആൾക്കാർ വേണം കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. സോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഡയറക്ടേഴ്സ് ആരാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡയറക്ടേഴ്സ് ആർ ദ പേഴ്സൺസ് ത്രൂ ഹൂം ഇറ്റ് ആക്ട്സ്. അതായത് കമ്പനി പ്രവർത്തിക്കുന്നത് ഈ ഡയറക്ടേഴ്സിലൂടെ ആയിരിക്കും. ആൻഡ് ബൈ ഹൂം ദ ബിസിനസ് ഓഫ് ദ കമ്പനി ഇസ് കണ്ടക്റ്റഡ് ആർ നോട്ട് ആസ് ഡയറക്ടേഴ്സ്. ഹൂ ആർ ഡയറക്ടേഴ്സ് എന്ന് ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. എന്താണ്? ദ പേഴ്സൺസ് ത്രൂ ഹൂം ഇറ്റ് പകരം നമ്മൾ എന്താണ്? കമ്പനി acts and by whom the business of the company is conducted are directors. Okay, so directors നെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് എന്നുള്ളത്. ഡയറക്ട്ലി കളക്റ്റീവ്ലി വിളിക്കുന്നത് എങ്ങനെയാണ്? ബോർഡ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്. പേഴ്സൺസ് ത്രൂ whom the company acts and by whom the business of company is conducted are known as directors. So who are directors എന്ന് ചോദിച്ചാൽ എഴുതാനുള്ള ഉത്തരം കിട്ടിയില്ലേ? സോ യെസ്, ആൻഡ് ഈ ഡയറക്ടറിന്റെ ഒരു എക്സാക്ട് ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ പേഴ്സൺ ഹൂ ഇസ് അപ്പോയിന്റഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജ്മെന്റ്. കമ്പനിയുടെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഡയറക്ടേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ആർ അപ്പോയിന്റഡ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഡെഫിനിഷൻ ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഡിക്ഷണറി മീനിങ് ആണ്. ഒരു ഡയറക്ടറിനുള്ള ഒരു ഡിക്ഷണറി മീനിങ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് മാനേജ്മെന്റ് ഓഫ് കമ്പനീസിന് വേണ്ടിയിട്ട്. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് ഡെലിവേർഡ് ടു സം സെലക്ടഡ് പേഴ്സൺസ് ഹു ആർ നോൺ ആസ് ഡയറക്ടേഴ്സ്. ദെയർഫോർ ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടറിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹു ഡയറക്ട്സ്, അതുപോലെ തന്നെ കണ്ടക്ട്സ്, മാനേജസ്, സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾസ് ആൻഡ് കൺട്രോൾസ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? കമ്പനിയുടെ ഫംഗ്ഷനിങ്ങിനെ ഡയറക്റ്റ് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു. സോ ഇതാരാണ് ചെയ്യുന്നത്? ഡയറക്ടറാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ഒരു ഡയറക്ടർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഡയറക്ടർ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്കിൽ, കമ്പനീസ് ആക്ടിൽ സ്പെസിഫിക്കലി അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നില്ല. ബട്ട് നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കണ്ടീഷൻ കൊണ്ടുവരാം. മേ പ്രൊവൈഡ്, ജനറലി കൊണ്ടുവരാറുണ്ട്, ആൻഡ് മേ പ്രൊവൈഡ് സെർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് വിൽ ഹാവ് ടു ബി ഹെൽഡ് ബൈ ഈച്ച് ഡയറക്ടർ. ഒരാൾ ഒരു ഡയറക്ടറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവണം എന്നൊരു കണ്ടീഷൻ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലേ? സോ അതിന് ആ ഒരു സച്ച് നമ്പർ ഓഫ് ഷെയർസിന് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്. അതാണ് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്നുള്ളത്. സോ വാട്ട് ഇസ് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് ചോദിച്ചാൽ എഴുതാനുള്ള പോയിന്റ് ആയില്ലേ? ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ എന്ന് ചോദിച്ചാലും വാട്ട് ഇസ് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് ചോദിച്ചാലും നിങ്ങൾ സെയിം ഉത്തരമാണ് എഴുതേണ്ടത്. 2 ചോദ്യം 1 ഉത്തരം. എന്താണ്? ജനറലി ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി മേ പ്രൊവൈഡ് certain number of shares to be held by a director. ഓരോ ഡയറക്ടേഴ്സും ഹെൽഡ് ചെയ്യേണ്ട ഒരു നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. അതിലെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം, നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ തന്നെ ഫിക്സ് ചെയ്യാം. പക്ഷേ ഈ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് മസ്റ്റ് നോട്ട് എക്സീഡ് ₹5,000. ഇൻ കേസ് ഈ 5,000 എക്സീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ the number of qualification of shares must not exceed 1. number of qualification of shares എന്ത് ചെയ്യാൻ പാടില്ല? നമ്പർ 1 ഒരു ഷെയറിൽ കൂടാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ആൻഡ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ, അതായത് ഈ ക്വാളിഫിക്കേഷൻ ഷെയർസ് അക്വയർ ചെയ്യുന്നത് വിത്തിൻ 2 months ആഫ്റ്റർ അപ്പോയിൻമെന്റ്. അപ്പോയിൻറ്റഡ് ആയി കഴിഞ്ഞ് വിത്തിൻ 2 monthsനുള്ളിൽ. എത്രയാണ്? 2 monthsനുള്ളിൽ. ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, വെറുതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേനയും പേപ്പറും യൂസ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മനസ്സിൽ അത്രയും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. സോ വെറുതെ കണ്ടിരുന്ന് ബോറടിക്കാതെ നിങ്ങൾ പേപ്പർ പേന എടുത്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നാളെ എഴുന്നേറ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ
അപ്പോൾ ഏതായിരുന്നു ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 5,000 ആണ് ലിമിറ്റ്. ഇൻ കേസ് 5,000 കൂടുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് 1 ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. മസ്റ്റ് നോട്ട് എക്സിഡ് 1, ഒന്നിൽ കൂടാനായിട്ട് പാടില്ല. അത് 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഷെയർസ് ഇവർ അക്വയർ ചെയ്തിട്ടുണ്ടാവണം. ആര്? ഡയറക്ടേഴ്സ് എന്നുള്ളത്. ഇൻ കേസ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും CCA ആണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പ്രൊഫഷനിൽ എന്തെങ്കിലും കോൺട്രവെൻഷൻ വരുത്തുവാണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ എന്തിന് ലയബിൾ ആയിരിക്കും? പണിഷ്മെന്റിന് ലയബിൾ ആയിരിക്കും. വിത്ത് എ ഫൈൻ മേ എക്സ്റ്റെൻഡ് ടു എത്ര? 500 rupees ഫോർ എവറി ഡേ ബിറ്റ്വീൻ ദ എക്സ്പയറി ആൻഡ് ലാസ്റ്റ് ഡേ ഓൺ വിച്ച് ഇയാൾ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്തത്. അത്രയും ദിവസത്തേക്ക് പെർ ഡേ 500 rupees വെച്ചിട്ട് പെനാൽറ്റി ആയിട്ട് പണിഷ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഫൈൻ ആയിട്ട് പണിഷ്മെന്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. ദെൻ ഇപ്പം നമ്മൾ പറഞ്ഞത് ക്വാളിഫിക്കേഷൻ ആയിരുന്നു. ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്താണെന്നുള്ളത് പഠിച്ചു, അതിന്റെ ലിമിറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു, ഇതിൽ കോൺട്രവെൻഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി പണിഷ്മെന്റ് വരുന്നത് എന്നാണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് സെക്ഷൻ? ഏതാണ്? സെക്ഷൻ 164 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റി പറയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. എന്താണ്? അൺസൗണ്ട് മൈൻഡ്, അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്, അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ്, കൺവിക്റ്റഡ് ബൈ എനി ഒഫൻസ്, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ എക്സ്പ്രസ്ലി ഈ അപ്പോയിന്റ്മെന്റ് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് പെയ്ഡ് എനി കോൾ. ഈ പറഞ്ഞ ഷെയർസ് ഒക്കെ വരണമെന്ന് പറഞ്ഞില്ലേ, ഈ ഷെയർസിൽ എന്തെങ്കിലും പേയ്മെന്റ് പെൻഡിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും എന്താവാനായിട്ട് പറ്റില്ല? ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. സോ ആരൊക്കെയായിരുന്നു? അൺസൗണ്ട് മൈൻഡ്, അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്, അതുപോലെ തന്നെ അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ് എന്ന് വെച്ചാൽ ഇൻസോൾവെന്റ് ആവണം എന്ന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ അതിന്റെ പ്രൊസീഡിങ്സ് ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്. കോർട്ട് ഇത് ഓർഡർ തന്നിട്ടില്ല, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടില്ല, ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല, ബട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിലാണെങ്കിൽ പോലും ഇയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഡയറക്ടർ ആയിട്ട് ഒരു കമ്പനിയിൽ വരാനായിട്ട് ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോൾ മണി പേ ചെയ്തിട്ടില്ല, എന്തെങ്കിലും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിലോ അല്ലെങ്കിൽ കോർട്ട് ഏതെങ്കിലും ഒഫൻസിലോ കൺവിക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് അപ്പോയിന്റഡ് ആവാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞത് എന്തായിരുന്നു? എക്സ്പ്രസ്ലി ഇന്ന ഒരാൾ ഇയാൾ ഡയറക്ടറായിട്ട് പെർഫോം ചെയ്യാൻ വാലിഡ് അല്ല എന്ന് നമ്മുടെ കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ലീഗൽ പൊസിഷൻ അല്ലെങ്കിൽ റോൾ ഓഫ് എ ഡയറക്ടർ. ഒരു കമ്പനിയിൽ ഒരു ഡയറക്ടർ ഉണ്ട്, ഓൺ ബിഹാഫ് ഓഫ് ഡയറക്ടർ ആണ് കമ്പനി പെർഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ആ കമ്പനിയിൽ ഈ ഡയറക്ടറിനുള്ള റോൾ എന്തൊക്കെയാണ്? ആസ് എൻ ഏജന്റ് ആണോ, ട്രസ്റ്റി ആണോ? ഈ രീതിയിലൊക്കെ കമ്പനീനെ ഏജന്റ് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയിൽ ഈ ഡയറക്ടറിനുള്ള ഒരു ലീഗൽ പൊസിഷൻ, ഒരു റോൾ എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഏജന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അതായത് കമ്പനി കാനോട്ട് ഡു ഇറ്റ്സ് വർക്ക് ഇറ്റ് സെൽഫ്. അപ്പോൾ ഡയറക്ടേഴ്സ് ആണ് കമ്പനിയുടെ ബിഹാഫിൽ വർക്ക് ചെയ്യുന്നത്. സോ നോർമലി ഒരു ഏജന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏജന്റ് വിൽ ഓൾവേസ് ഡു ഓൺ ദി ബിഹാഫ് ഓഫ് പ്രിൻസിപ്പിൾ. ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡയറക്ടറിനെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയറക്ടേഴ്സ് ആർ നോട്ട് ഏജന്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ്. ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഏജന്റ് ആയിട്ട് നമുക്ക് ഡയറക്ടേഴ്സിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ കമ്പനിയുടെ ഏജന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു ട്രസ്റ്റി ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഡയറക്ടർ ഓഫ് കമ്പനി ആർ ട്രസ്റ്റീസ് ഫോർ ദ company, and with reference to the power of applying funds of the company of misuse power, they could be rendered liable as trustees. ഇത് കുറച്ച് certain powers, ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള certain powers ഉണ്ട്. ആൻഡ് അത് മിസ്യൂസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ലയബിൾ ആവാനുള്ള പൊസിഷനും ഉണ്ട് ഈ പറഞ്ഞ ട്രസ്റ്റിക്ക്. ആൻഡ് ഓൺ ദെയർ ഡെത്ത് കോസ് ഓഫ് ആക്ഷൻ സർവൈവ്സ് അഗൈൻസ്റ്റ് ദെയർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ഇൻ കേസ് എന്തെങ്കിലും മിസ്യൂസ് ചെയ്ത് ഇയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലായിരിക്കും ഈ ഒരു ആക്ഷൻ സർവൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഡയറക്ടേഴ്സ് കമ്പനിയുടെ ട്രസ്റ്റീസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാനേജിങ് പാർട്ട്നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡയറക്ടേഴ്സ് ആർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അല്ലേ, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ആൻഡ് ദെയർഫോർ ദേ ആർ ഇൻ എ പൊസിഷൻ ഓഫ് എ മാനേജിങ് പാർട്ട്ണർ. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ മാനേജിങ് പാർട്ട്നേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലീഗൽ പൊസിഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇൻ അഡീഷൻ ദേ മേ ദംസെൽഫ് ആർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. അവർ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇവർ നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്താണ് ക്വാളിഫിക്കേഷൻ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ നമ്മുടെ ഡയറക്ടേഴ്സ് എന്നുള്ളത്. സോ അവരെന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജിങ് പാർട്ട്നേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ദേ ഡു ഓൾമോസ്റ്റ് ഓൾ ഫങ്ഷൻസ് ഓഫ് കമ്പനി ഇൻ എ കപ്പാസിറ്റി ഓഫ് ഇറ്റ്സ് പ്രൊപ്പറേറ്റർ.
സോ ഓക്കെ, ദെൻ ഒരു എംപ്ലോയീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ടേഴ്സിനെ കൺസിഡർ ചെയ്യാം. ഓൾദോ ഡയറക്ടർ ആരായിട്ടാണ്, ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും ദേ ആർ നോട്ട് എംപ്ലോയീസ് and servants of the company. Hence, they cannot claim remuneration as a preferential creditor in the event of winding up of a company. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിനി എംപ്ലോയിയുടെ ഒരു സ്റ്റാറ്റസ് കൂടെ കൊടുക്കാനായിട്ട് പറ്റില്ല. എംപ്ലോയിയുടെ സ്റ്റാറ്റസ് കൊടുത്ത് നമ്മൾ റെമുനറേഷൻ കൊടുക്കേണ്ടി വരും, ഒരു ലീഗൽ ക്ലെയിം, ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എംപ്ലോയി ആയിട്ട് ഡയറക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഏജന്റ്, ട്രസ്റ്റി, അതുപോലെ തന്നെ മാനേജിംഗ് പാർട്ണർ ആൻഡ് എംപ്ലോയി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്താണ് എന്ന് പറയുവാണ് എന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് റൂൾ. ഫസ്റ്റ് വൺ എന്താണ്, ഇൻഡിവിജ്വൽസ്. ആരാണ് ഇൻഡിവിജ്വൽസ്? ഓൺലി ഇൻഡിവിജ്വൽസ്. അതായത് ഒരു ഫേമിനെയോ ഒരു വേറൊരു കമ്പനീനെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ടറായിട്ട് നമുക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ലീഗലി നോ ഫേം ഓർ അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു കമ്പനി ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് ഡയറക്ടേഴ്സ്. ഓർത്ത് വെക്കുക, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസിന് മാത്രമാണ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിസ്ക്വാളിഫിക്കേഷൻസ്, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദ ഡയറക്ടേഴ്സ് മേ ബി അപ്പോയിന്റഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഈ താഴെ പറഞ്ഞിരിക്കുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. ഫസ്റ്റ് ഓഡിറ്ററായിട്ട് ഫസ്റ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മേ ബി ആർട്ടിക്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ബൈ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം. ആർട്ടിക്കിൾസ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ് നടത്താം, അല്ലെങ്കിൽ മെമ്മോറാണ്ടത്തിലെ സബ്സ്ക്രൈബേഴ്സും എന്ത് ചെയ്യാറുണ്ട്, ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യാറുണ്ട്, അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ദെൻ സബ്സിക്വന്റ് ഡയറക്ടേഴ്സിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ബൈ കമ്പനി ജനറൽ മീറ്റിംഗിൽ കമ്പനിക്ക് തന്നെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓൾറെഡി ഉള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം, തേർഡ് പാർട്ടീസിനെ അപ്പോയിന്റ് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സിക്വന്റ് ഡയറക്ടേഴ്സിനെ, ആൻഡ് ട്രിബ്യൂണലിന് വേണമെന്നുണ്ടെങ്കിലും സബ്സിക്വന്റ് ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും, ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഓഫ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നമുക്ക് എങ്ങനെ വിളിക്കാം, MOA എന്ന് വിളിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് MOA എന്താണെന്നുള്ളത്. സോ അത്രയുമാണ്. ദെൻ ഒരു വുമൺ ഡയറക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ, ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അക്കോർഡിംഗ് ടു റൂൾ 3. ഏതാണ് റൂൾ, ഏതാണ് റൂൾ 3. റൂളും സെക്ഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക. കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്യുകയേ ചെയ്യരുത്. ഓക്കെ, അക്കോർഡിംഗ് ടു റൂൾ 3 of companies appointment and qualification of directors, rule 2014, the following class of companies shall appoint at least one woman director. അതായത് എല്ലാ listed company, other public company having as on the last date of latest audited financial statement paid up share capital എത്രയാണ്, paid up share capital 100 crore, ഇപ്പം 1000 ആയല്ലേ, 100 crore or more. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 crore or more ഉണ്ട് എങ്കിൽ അല്ല. ഇനി ടേൺ ഓവർ ഓർ ആണ്, ഓർ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും ഇവർ എന്ത് ചെയ്യണം, വുമൺ ഡയറക്ടറിന് അറ്റ്ലീസ്റ്റ് ഒരു വുമൺ ഡയറക്ടറിനെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ടേൺ ഓവർ എന്താണ് പറയുന്നത്, ടേൺ ഓവർ എന്ന് പറയുന്നത് 300 crore. ഓക്കെ, അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 crore കൂടുതൽ ഓർ മോർ ആണ്. ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ 300 crore മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരു വുമൺ ഡയറക്ടറിനെങ്കിലും അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കമ്പനി ഷാൽ കംപ്ലൈ വിത്ത് സച്ച് പ്രൊവിഷൻസ്. എത്ര നാളിനുള്ളിൽ, 6 monthsനുള്ളിൽ. എത്ര നാളിനുള്ളിൽ, 6 monthsനുള്ളിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതായത് അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ. ആരൊക്കെയായിരുന്നു, ലിസ്റ്റഡ് കമ്പനി, അതർ പബ്ലിക് കമ്പനി. ആ ഒരു പബ്ലിക് കമ്പനിയുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 crore or more ആണെന്നുണ്ടെങ്കിൽ അല്ല. ഇനി ടേൺ ഓവർ 300 crore or more ആണെന്നുണ്ടെങ്കിൽ ഇവർ ഈ മറ്റ് പബ്ലിക് കമ്പനീസും എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടറിനെ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ. ലിസ്റ്റഡ് കമ്പനി, അതർ പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇതാണ്, ഈ രണ്ടെണ്ണമാണ് കണ്ടീഷൻ. ഓർ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ ഇവരെന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇത് എത്ര നാളിനുള്ളിൽ ചെയ്യണം, 6 monthsനുള്ളിൽ ചെയ്യണം.
Any intermittent vacancy of a woman director shall be filled. അതായത് ഇൻ ബിറ്റ്വീൻ ഒരു ഡയറക്ടർ റിട്ടയർ ആയി പോയി അവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ പിന്നെ കറന്റ് ഒരു വുമൺ ഡയറക്ടർ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വേക്കൻസി നമ്മൾ എന്ത് ചെയ്യണം, ബോർഡ് അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഇന്റർമീഡിയറ്റ് വേക്കൻസി നമ്മൾ എത്ര വേഗം ചേർക്കാൻ പറ്റുമോ അത്ര വേഗം ചെയ്യണം. നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് അല്ലെങ്കിൽ 3 months, അതായത് ഈ വേക്കൻസി ഉണ്ടായി കഴിഞ്ഞിട്ട് അടുത്ത ബോർഡ് മീറ്റിംഗ് അല്ലെങ്കിൽ 3 മാസം, ഇതിലേതാണോ നേരത്തെ വരുന്നത് അതിനുള്ളിൽ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവണം. ഇന്റർമീഡിയറ്റ് വേക്കൻസി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏത് കേസിലാണ്, വുമൺ ഡയറക്ടറിന്റെ കേസിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു 3 മാർക്സിന് ചോദിക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് വുമൺ ഡയറക്ടറിന്റെ പ്രൊവിഷൻസ്. എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് അപ്പോയിന്റ്മെന്റ് ഓഫ് എ വുമൺ ഡയറക്ടർ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഏത് റൂൾ ഏതാണ്, റൂൾ 3 ആണ്. റൂൾ 3 of Companies Appointment and Qualification of Directors Rules 2014. Okay. Then ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആരാണ്? സെക്ഷൻ 149 തന്നെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 149 എവറി ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഷെൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ടോട്ടൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടോ അതിൽ 1/3 എത്രയായിരിക്കണം, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു റൂൾ 4, നേരത്തെ നമ്മൾ പറഞ്ഞ റൂൾ ഏതായിരുന്നു, റൂൾ 3 ആയിരുന്നു. ഇനി നമ്മൾ പറയുന്ന റൂൾ എന്ന് പറയുന്നത് റൂൾ 4. ദ ഫോളോയിങ് ക്ലാസ് അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് കമ്പനി ഷെൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ആർ ഇൻഡിപെൻഡന്റ്. ഈ താഴെ പറയുന്ന കമ്പനീസിൽ നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രൊവിഷൻ. സോ ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 10 crore or more. 10 crore or more. ഈ എമൗണ്ട്സ് എല്ലാം കൂടെ മാറിപ്പോകരുത്. വുമൺ ഡയറക്ടറിന്റെ കേസിലാണ് നമ്മൾ 100 crore 300 crore പറഞ്ഞത്. ഇവിടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ കേസിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണ്ട കമ്പനീസിന്റെ കാര്യമാണ് പറയുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 10 crore or more. ഓർ ആണ്, അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ഹാവിംഗ് ടേൺ ഓവർ 100 crore or more. 100 crore or more. Turn over 100 crore or more. Okay. And the public company which have an aggregate outstanding loans and deposit, loans, debentures and deposit exceeding 50 crore. Exceeding 50 crore. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് aggregate of outstanding loans, advances and deposit നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 crore or more എക്സീഡ് ചെയ്യാം. 50 crore എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഒരു ഡയറക്ടർ റിട്ടയർ ചെയ്യുവാണ്, ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി മേ പ്രൊവൈഡ് ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ റിട്ടയർമെന്റ്. ആർട്ടിക്കിൾസിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊവിഷൻ പറയുന്നത്. സോ ആർട്ടിക്കിൾസ് മെമ്പേഴ്സും കമ്പനിയും തമ്മിലുള്ള, അതുപോലെ തന്നെ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഈ ഡയറക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് പറയുന്നത്, ആർട്ടിക്കിൾസിലാണ് പറയുന്നത്. അതായത് if articles of a company do not provide this, not less than 2/3 of total number of directors of a public company shall be liable to be retired by rotation and eligible to be reappointed at the annual. അതായത് ഈ ആർട്ടിക്കിൾസിൽ പറയണമെന്ന് പറഞ്ഞല്ലോ, ഈ ആർട്ടിക്കിൾസിൽ ഇൻ കേസ് ഒന്നും പറയുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ 2/3 ഓഫ് എന്ത് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന്റെ 2/3 ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിലും റിട്ടയർ ചെയ്ത് റീഅപ്പോയിന്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് ലോ പറയുന്നത്, പ്രൊവിഷൻ പറയുന്നത്. അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് അറ്റ് വിച്ച് എ ഡയറക്ടർ റിട്ടയർസ് ആസ് അഫോർസെഡ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡയറക്ടേഴ്സ് റിട്ടയർ ആകുമ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുമല്ലോ, ആ ഒരു വേക്കൻസി നമ്മൾ റിട്ടയറിംഗ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം, ഫില്ലപ്പ് ചെയ്യണം. ഇഫ് ദ വേക്കൻസി ഓഫ് റിട്ടയറിംഗ് ഡയറക്ടേഴ്സ് ഈസ് നോട്ട് സോ ഫിൽഡ് ആൻഡ് ദ മീറ്റിംഗ് ഹാസ് നോട്ട് എക്സ്പ്രസ്ലി റിസോൾവ്ഡ് not to fill the vacancy, the meeting shall stand adjourned till the same day in the next week at the same time and place, if that day is a national holiday, till the next succeeding day which is not a holiday at the same time and place. അതായത് നമ്മൾ ഓരോ ആനുവൽ ജനറൽ മീറ്റിംഗിലും 2/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്ത് റീഅപ്പോയിന്റഡ് ആവണം എന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഈ ഒരു വേക്കൻസി റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വേക്കൻസി ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നടക്കാനിരിക്കുന്ന ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് അടുത്ത
നെക്സ്റ്റ് വീക്ക് ഇതേ ദിവസം ഇതേ സമയം, ആ പറയുന്ന നെക്സ്റ്റ് വീക്ക് ഇതേ ദിവസം ഇതേ സമയം ഒരു ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സക്സീഡിങ് ഡേ, ദ വെരി നെക്സ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വേക്കൻസി ഫില്ലപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ദ വേക്കൻസി ഈസ് നോട്ട് ഫിൽഡ് ഇപ്പോൺ ആൻ അഡ്ജോൺഡ് മീറ്റിംഗ് ഓൾസോ, ഈ മാറ്റി വെച്ച മീറ്റിംഗിലും ഈ പറഞ്ഞ പോലെ വേക്കൻസി ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ എന്ത്, നമ്മുടെ റിട്ടയറിംഗ് ഡയറക്ടർ ഷാൽ ബി ഡീം ടു ഹാവ് ബീൻ റീഅപ്പോയിന്റഡ് അൺലെസ് ദ ഫോളോയിങ് കേസസ്. ഈ പറഞ്ഞ് നമ്മൾ ഓൾറെഡി റിട്ടയർ ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, പാർട്ട്നേഴ്സ് അല്ല ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെ നമ്മൾ റീഅപ്പോയിന്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. എപ്പോൾ അഡ്ജേൺഡ് മീറ്റിംഗിലും ഇവർ എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസി ഫില്ലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇങ്ങനെ നമ്മൾ റീഅപ്പോയിന്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ താഴെ പറയുന്ന കേസിൽ നമുക്കത് പോസിബിൾ ആവില്ല എന്നാണ് പറയുന്നത്. ഈ ഫെഡ് മീറ്റിംഗ് അല്ലെങ്കിൽ പ്രീവിയസ് മീറ്റിംഗിൽ റെസൊല്യൂഷൻ ഫോർ റീഅപ്പോയിന്റ്മെന്റ് ഓൾറെഡി റെസൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് ലോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ റീഅപ്പോയിന്റ്മെന്റ് നമുക്ക് ഡീം ചെയ്യാനായിട്ട് പറ്റില്ല. ഇഫ് ദ ഡയറക്ടർ എക്സ്പ്രസ്ലി, ഈ റിട്ടയർ ചെയ്തു പോയ ഒരു ഡയറക്ടർ എക്സ്പ്രസ്ലി ഞാൻ ഇനി ഈ ഡയറക്ടറായിട്ട് നിൽക്കാം, എനിക്ക് മതിയായി മടുത്തു എന്ന് പറഞ്ഞിട്ടൊരു കോൺടാക്ട് തന്നിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ റീഅപ്പോയിന്റഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഹീസ് നോട്ട് ക്വാളിഫൈഡ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ച് ഡിസ്ക്വാളിഫിക്കേഷൻസ് പഠിച്ചില്ലേ, അതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് ആ ആളെ റിട്ടയർ ചെയ്ത് പോയ ആളെ റീഅപ്പോയിന്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഓൾസോ ഇഫ് എ റെസൊല്യൂഷൻ വെദർ സ്പെഷ്യൽ ആയിക്കോട്ടെ ഓർഡിനറി ആയിക്കോട്ടെ ഈസ് റിക്വയർഡ് ഹിസ് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ റീഅപ്പോയിന്റ്മെന്റ് ബൈ വിച്ച് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ആക്ടിൽ അങ്ങനെ ഒരാളെ നമ്മൾ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു റെസൊല്യൂഷൻ ആവശ്യമാണ്. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ആ ആളെ നമുക്ക് ഇതുപോലെ ഡീം ചെയ്യാനായിട്ട് പറ്റത്തില്ല, വേക്കൻസി ഫില്ല് ചെയ്യാത്ത കേസിൽ ഡീം ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ആൻഡ് ഇഫ് സെക്ഷൻ 162, അതായത് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ടു ബി വോട്ടഡ് ഇൻഡിവിജ്വലി ഈസ് ആപ്ലിക്കബിൾ ടു ദ കേസ്, ഈ കേസിൽ ത്രൂ വോട്ട് ആണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അതായത് സെക്ഷൻ 162 ഡീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഡീമിംഗ് പ്രൊവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കബിൾ ആവാനായിട്ട് പറ്റത്തില്ല. ഇനി ഏതെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ കോൺട്രവെൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, പണിഷ്മെന്റ് ഉണ്ട്. എന്താണ് പണിഷ്മെന്റ് എന്ന് നോക്കാം. ഇഫ് എനി ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഓഫ് എ കമ്പനി കോൺട്രവെൻസ് എനി ഓഫ് ദ പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 152 എന്താണ് പറയുന്നത്, അപ്പോയിന്റ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. അല്ലെങ്കിൽ 155 പ്രൊഹിബിഷൻ ടു ഒബ്റ്റെയിൻ മോർ ദാൻ 1 DIN, അതായത് ഒരു ഡയറക്ടറിന് ഒരു DIN മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ കോൺട്രവെൻഷൻ വരുത്തിയാൽ അതിനും. അതുപോലെ തന്നെ 156 എന്താണ് പറയുന്നത്, ഡയറക്ടർ ടു ഇൻറ്റിമേറ്റ്, ഡയറക്ടറിന് DIN കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇൻറ്റിമേഷൻ കൊടുക്കണം. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് കോൺട്രവെൻഷൻ വരുത്തുവാണ് എന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് ഉണ്ടാവും. എന്തുണ്ടാവും, ഇംപ്രിസൺമെന്റ് ഉണ്ടാവും. ഇംപ്രിസൺമെന്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഫൈൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 50,000. എത്രയാണ്, 50,000 rupees. വേർ ദ കോൺട്രവെൻഷൻ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫർദർ ഫൈൻ ഉണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്തു, നിനക്ക് ഒരു തവണ ഫൈൻ തന്നു, ഒരു തവണ പിടിച്ചകത്തിട്ടു, എന്നിട്ട് നീ നന്നായില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 500 rupees for every day after the first day during which contravention continues. കോൺട്രവെൻഷൻ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഓരോ ദിവസവും 500 rupees പെർ ഡേ 500, ദിവസം 500 രൂപ വെച്ച് നിങ്ങൾ ഫൈൻ കൊടുക്കേണ്ടി വരും. ഫൈൻ പെർ ഡേ. എപ്പോഴാണ്, കണ്ടിന്യൂയിങ് വൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് കണ്ടിന്യൂയിങ് കോൺട്രവെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത്രയും പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചു. ദെൻ നമുക്കിനി പഠിക്കാനുള്ളത്, ഇനി എപ്പോഴാണ് നമ്മൾ അപ്പോയിൻമെന്റ് പഠിച്ചു, റിട്ടയർമെന്റ് പഠിച്ചു. ഇനി നമുക്ക് ഒരു ഡയറക്ടറെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, മാറ്റിക്കളയാം എന്നാണ് നമുക്ക് നോക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് മാറ്റാം, അതുപോലെ തന്നെ ട്രിബ്യൂണലിനും സെൻട്രൽ ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡയറക്ടറിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടർ. ദ ഓഫീസ് ഓഫ് ഡയറക്ടർ ഷാൽ ബിക്കം വേക്കന്റ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഈ താഴെ പറയുന്ന കേസുകളിൽ ഒരു ഡയറക്ടറിന്റെ പൊസിഷൻ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 167 ആണ്. ഏതൊക്കെയാണ്, ഹി ഇൻകോസ് എനി ഡിസ്ക്വാളിഫിക്കേഷൻ, നമ്മൾ നേരത്തെ പഠിച്ചില്ല ഡിസ്ക്വാളിഫിക്കേഷൻ, അതിലേതെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആളുടെ ഓഫീസ് എന്ന് പറയുന്നത് ആൾ അപ്പോയിന്റഡ് അല്ല, ആ ഒരു പൊസിഷൻ വേക്കന്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. Then he absent himself for meeting of board of directors held during a period of 12 months with or without seeking leave of absence of the board. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ 12 മാസത്തേക്ക് നടത്തിയിട്ടുള്ള ബോർഡ് മീറ്റിംഗിലൊക്കെ അയാൾ ആബ്സെന്റ് ആയിരുന്നു. വിത്ത് പെർമിഷൻ ആയിക്കോട്ടെ വിത്തൗട്ട് പെർമിഷൻ ആയിക്കോട്ടെ ആബ്സെന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പിന്നെ ആ ഒരു വേക്കൻസിയിൽ ഇല്ലാത്തതായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അയാൾ നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും.
12 months അയാൾ എന്തായിരുന്നു, ആബ്സെന്റ് ആയിരുന്നു, ഇവിടെ ബോർഡ് മീറ്റിംഗ്സിൽ ആബ്സെന്റ് ആയിരുന്നു, വിത്ത് ഓർ വിത്തൗട്ട് ഇനി പെർമിഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാൾ എന്തിനാണ് കൺസിഡർ ചെയ്യുക, ഷാൽ ബി ബിക്കം വേക്കൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ആക്ട്സ് ഇൻ കോൺട്രവെൻഷൻ, എന്തെങ്കിലും ഡിസ്ക്ലോഷർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അയാൾ കോൺട്രവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫെയിൽസ് ടു ഡിസ്ക്ലോസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ എനി കോൺട്രാക്ട് അറേഞ്ച്മെന്റ് വിച്ച് ഈസ് ഇൻഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻട്രസ്റ്റഡ്, ഏതെങ്കിലും ട്രാൻസാക്ഷൻസിൽ, എഗ്രിമെന്റ്സിൽ, കോൺട്രാക്ട്സിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നൊരു റൂൾ ഉണ്ട്. സോ അത് കോൺട്രവെൻ ചെയ്താലും എന്താവും, ഇയാളുടെ ഓഫീസ് വേക്കൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ബിക്കംസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ഓർഡർ അല്ലെങ്കിൽ ഓർഡർ ഓഫ് കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ, കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ പറയുകയാണ് ഹി വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ടു ബി എ ഡയറക്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്താവും, ഇതുപോലെ അയാളുടെ ഓഫീസ് വേക്കൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഹി ഈസ് കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് എനി ഓഫൻസ് വെദർ ഇൻവോൾവിംഗ് മോറൽ turpitude or otherwise and sentenced in respect thereof imprisonment not less than, അവിടെ വരുന്ന പണിഷ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഒഫൻസ് ഇയാളുടെ പേരിൽ കൺവിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോറൽ ട്രിപ്പിറ്റ്യൂഡ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒഫൻസ് കൺവിക്റ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അതിലൊരു പണിഷ്മെന്റ് വന്നത് എന്താണ്, ഫോർ നോട്ട് ലെസ് ദാൻ 6 months, 6 മാസത്തിൽ കുറയാതൊരു പണിഷ്മെന്റ്, അല്ലെങ്കിൽ ഈവൻ ഇഫ് ഹി ഹാസ് ഫയൽഡ് അപ്പീൽ അഗൈൻസ്റ്റ്, ഈ ഒരു വിധിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു പണിഷ്മെന്റിനെതിരെ ആൾ അപ്പീൽ ചെയ്ത് ഇത് എൻ്റെ ഭാഗത്ത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അപ്പീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇയാളുടെ ഓഫീസ് നമ്മൾ വേക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഹി റിമൂവ്ഡ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് പ്രൊവിഷൻസ് ഓഫ്, ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും നിയമത്തിൽ നിന്ന് ആളെ റിമൂവ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വേക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഹാവിംഗ് അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ ബൈ വിച്ച് ഓഫ് ഹിസ് ഹോൾഡിംഗ് ഓഫ് എനി ഓഫീസ് ആൻഡ് അതർ എംപ്ലോയ്മെന്റ് ഇൻ ദ ഹോൾഡിംഗ് അല്ലെങ്കിൽ സബ്സിഡിയറി അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനി സീസസ് ടു ഹോൾഡ് സച്ച് ഓഫീസ് അല്ലെങ്കിൽ അതർ എംപ്ലോയ്മെന്റ്. ഇനി നമ്മളുടെ ഹോൾഡിങ്ങിലോ സബ്സിഡിയറിയിലോ അസോസിയേറ്റിലോ എന്തെങ്കിലും പ്രത്യേക ഹോൾഡിംഗ് ഉള്ളത് കൊണ്ട് നമ്മൾ ഡയറക്ടർ ആക്കി വെച്ചതാണെങ്കിൽ അവിടെ ഈ ഹോൾഡിംഗ് ഇല്ലാതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്നും ആള് ഡയറക്ടർ അല്ലാതായി മാറുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഒരു ഡയറക്ടർ എപ്പോഴാണ് റിസൈൻ ചെയ്യുന്നത്, 169 ആണ് സെക്ഷൻ പറയുന്നത്. സെക്ഷൻ 169 എന്താണ് ഡീൽ ചെയ്യുന്നത്, റെസിഗ്നേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് റിമൂവൽ ആയിരുന്നു പറഞ്ഞത്, 169 അഗെയിൻ 169 തന്നെയാണ് റെസിഗ്നേഷൻ, റിമൂവൽ, റെസിഗ്നേഷൻ എന്നൊക്കെ സെയിം തന്നെയാണ് പ്രൊവിഷൻസ് വരുന്നത്. എപ്പോഴാണ്, shall within 30 days from the receipt of notice intimate the registrar in the prescribed form and post. The director may resign. എപ്പോ, ഗിവിംഗ് നോട്ടീസ് കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ ആൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദ ഫാക്ട് ഓഫ് റെസിഗ്നേഷൻ, അയാൾ റിസൈൻ ചെയ്യുകയാണ് എന്നുള്ളൊരു ഫാക്ട് ഷാൽ ബി പ്ലേസ്ഡ് ഇൻ ദ റിപ്പോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ലേഡ് ഇൻ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ജനറൽ മീറ്റിംഗ് ബൈ ദ കമ്പനി തൊട്ടടുത്ത് വരുന്ന ജനറൽ മീറ്റിംഗിൽ ഈ ഒരു ഫാക്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം ആസ് എ റിപ്പോർട്ട് ബാക്കി ഡയറക്ടേഴ്സിന് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു DIN കാര്യം, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. സോ എന്താണ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ? ആപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെന്റ് ഓഫ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ. അതായത് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും, അതിനെയാണ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഇവർ അക്വയർ ചെയ്യുക, ഇവർ ആപ്ലിക്കേഷൻ കൊടുക്കണം. എവരി ഇൻഡിവിജ്വൽ ഇന്റൻഡിങ് ടു ബി അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ, അയാൾ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണം, ഇലക്ട്രോണിക്കലി കൊടുക്കണം. ആർക്ക് കൊടുക്കണം, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ഫോം ആൻഡ് മാനർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വിത്ത് സച്ച് ഫീസ് കൊടുക്കണം. ഓക്കെ, ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി ആർക്ക് കൊടുക്കണം, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ഇൻ ദ ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വിത്ത് ദ ഫീസ്. ഓക്കെ, സോ ആരെങ്കിലും ഡയറക്ടേഴ്സ് ആവാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ അക്വയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. ദെൻ അലോട്ട്മെന്റ് ഓഫ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ദ സെൻട്രൽ ഗവൺമെന്റ് ഷെൽ വിത്തിൻ 1 month, ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞില്ലേ, ഈ ആപ്ലിക്കേഷൻ കിട്ടിയ ഒരു 1 monthനുള്ളിൽ, എത്ര മന്തിനുള്ളിൽ, 1 monthനുള്ളിൽ ഈ DIN എന്ത് ചെയ്യണം, അലോട്ട് ചെയ്ത് കൊടുക്കണം. പ്രൊഹിബിഷൻ ടു ഒബ്റ്റെയിൻ മോർ ദാൻ 1 DIN നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ക്വാളിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നിൽ കൂടുതൽ DIN ഹോൾഡ് ചെയ്യുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ടറായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നോ ഇൻഡിവിജ്വൽ ഹു ഹാസ് ഓൾറെഡി അലോട്ടഡ് ആസ് എ ഡയറക്ടർ പിന്നെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഈ DIN കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇൻറ്റിമേഷൻ കൊടുക്കണം വിത്തിൻ 1 month. അതായത് ആപ്ലിക്കേഷൻ കൊടുത്ത് 1 monthനുള്ളിൽ സെൻട്രൽ ഗവൺമെന്റ് DIN കൊടുത്ത് 1 monthനുള്ളിൽ എന്ത് ചെയ്യണം, ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ടാവണം. ആർക്ക് കൊടുക്കണം, ടു ദ
കമ്പനി, ടു ദ കമ്പനി അല്ലെങ്കിൽ ഓൾ കമ്പനീസ് വേർ ഹി ഈസ് ഡയറക്ടറായിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനിയിലും എന്ത് ചെയ്യണം, കൊടുക്കണം. അതായത് ആപ്ലിക്കേഷൻ, ഇതിലൊരു ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കുക. ആപ്ലിക്കേഷൻ 30 ഡേയ്സിനുള്ളിൽ CG എന്ത് ചെയ്യും, DIN കൊടുക്കും. DIN കിട്ടി 30 ദിവസത്തിനുള്ളിൽ, 30 ദിവസം അല്ലെങ്കിൽ പ്രോബബിൾ 1 മന്ത് എന്ന് തന്നെ എഴുതാം. 30 ദിവസം എന്നതിനേക്കാൾ കുറച്ചും കൂടെ ഇത് ക്ലിയർ ആയിട്ട് 1 മന്ത് എന്ന് തന്നെ എഴുതാം. 1 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇന്റിമേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്, ടു കമ്പനി അല്ലെങ്കിൽ കമ്പനീസ്. ഒരു കമ്പനിയിലാണെങ്കിൽ ആ കമ്പനിയിൽ, പല കമ്പനികളിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനികളിലെല്ലാം ഇവർ എന്ത് ചെയ്യണം, ഇന്റിമേഷൻ കൊടുക്കണം. 1 മന്ത് ആയതുകൊണ്ട് ഓർത്തിരിക്കാൻ വലിയ പാടുണ്ടോ, ഇല്ല. ഓക്കെ, ദെൻ കമ്പനി ടു ഇൻഫോം DIN ടു ദ രജിസ്ട്രാർ. ഈ കമ്പനിക്ക് ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഷാൽ വിത്തിൻ എത്ര ദിവസത്തിനുള്ളിൽ, വിത്തിൻ 15 ഡേയ്സ്. ഇവിടെ കമ്പനിക്ക് 30 ദിവസത്തിനുള്ളിൽ ഇന്റിമേഷൻ കൊടുത്തു, അതിന് 15 ഡേയ്സിനുള്ളിൽ, വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ കമ്പനി ആർക്ക് കൊടുക്കണം, രജിസ്ട്രാറിന് എന്ത് കൊടുക്കണം, ഇന്റിമേഷൻ കൊടുക്കണം. ഫസ്റ്റ് 30 ഡേയ്സ്, 1 മന്ത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. 1 മന്ത് ദെൻ 15 ഡേയ്സ്, 1 മന്ത് 15 ഡേയ്സ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആർക്കാണ്, ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്. ആപ്ലിക്കേഷൻ ഫസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. സെൻട്രൽ ഗവൺമെന്റ് പിന്നെ ഡയറക്ടറിന് DIN കൊടുക്കും. ഡയറക്ടറിന് DIN കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ടർ എന്ത് ചെയ്യണം, കമ്പനിക്ക് ഇത് ഇന്റിമേഷൻ കൊടുക്കണം. കമ്പനിക്ക് ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി ആർക്ക് കൊടുക്കണം, രജിസ്ട്രാറിന് ഇന്റിമേഷൻ കൊടുക്കണം. ആ ഒരു ഫ്ലോ മറന്നിരിക്കരുത്. ഈസി അല്ലേ, സിമ്പിൾ അല്ലേ, ഇപ്പൊ തന്നെ പഠിച്ചില്ലേ. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ ടു ഇൻഡിക്കേറ്റ് DIN. Every person അല്ലെങ്കിൽ കമ്പനി while furnishing any return അല്ലെങ്കിൽ information particulars ആയിക്കോട്ടെ as to be furnished under this act shall mention DIN in such return information. അതുപോലെ തന്നെ പെർട്ടിക്കുലേഴ്സ്, റിട്ടേണിൽ ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലേഴ്സിൽ ഈ DIN എന്ത് ചെയ്തിട്ടുണ്ടാവണം, മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. particulars related to director will contain any reference to any director. Then ഒരു ഡയറക്ടറിന്റെ പവർ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്റെ പവർ. ഈ ബോർഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്, ഡയറക്ടേഴ്സിനെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് എന്ന് പറയുന്നത്. അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 179 എന്താണ് പറയുന്നത്, company shall be entitled to exercise all such powers. The directors of company shall be entitled to exercise all such powers and to do all such acts and things as the company is authorized to exercise and to do except those which have to be exercised by shareholders in general meeting. shareholders general meeting ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്നുള്ളതാണ്. അതിനകത്ത് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. 179 കാര്യം മാത്രം ഓർത്തിരിക്കുക. ഡയറക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ, ഡയറക്ടേഴ്സിന് യൂഷ്വലി കുറച്ച് പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ, enjoy the freedom of determination of policy of management, enjoy considerable freedom in determination of policy of management and conduct of company's business. Directors must exercise their power as a board unless articles of association മറ്റൊന്നും പറഞ്ഞിട്ടില്ലാത്ത കേസിൽ ആസ് എ ബോർഡ് ഇവർ എന്ത് ചെയ്യണം, പവർ യൂട്ടിലൈസ് ചെയ്യണം, യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൽ യൂസ് ദ ഫോളോയിങ് പവേഴ്സ്. ഇനി താഴെ പറയുന്ന പവേഴ്സ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. എന്താണ്, ടു മേക്ക് കോൾസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മണി അൺപെയ്ഡ്. ഷെയർ ഹോൾഡേഴ്സ് കോൾ മണി പേ ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് കോൾ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, പവർ ആർക്കുണ്ട്, നമ്മുടെ ഡയറക്ടറിനുണ്ട്. അതുപോലെ തന്നെ ഓതറൈസ് ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്, ഇഷ്യൂ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് അത് ഡിബഞ്ചേഴ്സ് ആവാം, വെദർ ഔട്ട്സൈഡ് ഓർ ഇന്ത്യ അല്ലെങ്കിൽ ഇൻസൈഡ് ഇന്ത്യ ആവാം. അതുപോലെ തന്നെ ബോറോ ചെയ്യാനുള്ള പവർ ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്, കമ്പനിയുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, നമ്മുടെ ഡയറക്ടേഴ്സിനുണ്ട്. ഗ്രാൻഡ് ലോൺസ് ആൻഡ് ഗീവ് ഗ്യാരണ്ടി ആൻഡ് പ്രൊവൈഡ് സെക്യൂരിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ലോൺസ് ഗ്രാൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് ഇതിനൊക്കെയുള്ള പവർ ആർക്കുണ്ട്, നമ്മുടെ ഡയറക്ടേഴ്സിനുണ്ട്. അപ്രൂവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബോർഡ്സ് റിപ്പോർട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അപ്രൂവ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഡൈവേഴ്സിഫൈ ദ ബിസിനസ് ഓഫ് ദ കമ്പനിയുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ അപ്രൂവ് അമാൽഗമേഷൻ, മെർജർ ആൻഡ് റീകൺസ്ട്രക്ഷൻ, അതുപോലെ ടേക്ക് ഓവർ ദ കമ്പനി അല്ലെങ്കിൽ അക്വയർ കൺട്രോളിംഗ് സബ്സ്റ്റാൻഷ്യൽ ടേക്ക് ഇൻ അനദർ കമ്പനി. എനി അതർ മാറ്റർ മേ ബി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മറ്റ് മാറ്റേഴ്സും എന്ത് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ ഡയറക്ടേഴ്സിനുണ്ട്. സോ ഡയറക്ടേഴ്സ് ചില്ലറക്കാരല്ല. യെസ്,
ദെൻ ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്യൂട്ടി പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ ടു വെരിഫൈ ദ ട്രൂത്ത്നെസ് ഓഫ് എ പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസിന്റെ ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മുടെ ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്. To see that shares are not allotted until the minimum subscription has been subscribed. ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ലിമിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഒരു മിനിമം കിട്ടാതെ അലോട്ട്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ചെയ്യാതിരിക്കാനുള്ള പവർ ആർക്കുണ്ട് അല്ലെങ്കിൽ ഡ്യൂട്ടി ആർക്കുണ്ട്, നമ്മുടെ ഡയറക്ടറിന് ഉണ്ട്. ടു സീ ദി ഓൾ ദി മണി റിസീവ്ഡ് ഫ്രം ആപ്ലിക്കൻസ് ഫോർ ഷെയർ ഡെപ്പോസിറ്റഡ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക്. അപ്പോൾ നമ്മൾ ഷെയർ ആയിട്ട് പബ്ലിക്കിൽ നിന്ന് മണി കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഇത് എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു റൂൾ ഉണ്ട്. അത് ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കാണ്, ഡയറക്ടറിനാണ്. ആൻഡ് ടു സീ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫ്രം those applicants who have not been allotted any shares is returned. റിട്ടേൺ ചെയ്തിട്ടുള്ള ഷെയർസിൽ അലോട്ട്മെന്റ് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ട ഡ്യൂട്ടി ആർക്കുണ്ട്. ടു പർച്ചേസ് ആൻഡ് പേ ഫോർ ദെയർ ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ്, ഷെയർസിന്റെ ക്വാളിഫിക്കേഷൻ പർച്ചേസ് ചെയ്യാനും പേ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ടു സീ ദ പ്രോപ്പർ അക്കൗണ്ട്സ് ആർ കെപ്റ്റ്, പ്രോപ്പർ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് ആണ്, അത് പ്രോപ്പർലി മാനേജ് ചെയ്ത് പോകുന്നുണ്ട് എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാണ്, നമ്മുടെ ഡയറക്ടറാണ്. സോ കമ്പനി എങ്ങനെ, ഇപ്പം നമ്മളുടെ ഒരു സ്ഥാപനം, നമ്മളുടെ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ആ കമ്പനിക്ക് വേണ്ടി ചെയ്യുമോ, നമ്മൾ എന്തൊക്കെ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുമോ, അതൊക്കെ കാര്യങ്ങൾ ആര് ചെയ്യണം, ഡയറക്ടർ ചെയ്യണം. അതെല്ലാം ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. കീപ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ രജിസ്റ്റർ നോട്ടീസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻടു സ്റ്റോക്സ്, അതുപോലെ തന്നെ കൺസോളിഡേഷൻ ഡിവിഷൻ ഓഫ് ഷെയർസ്, ഇതിലൊക്കെ രജിസ്ട്രാറിന് എന്ത് കൊടുക്കണം, നോട്ടീസ് കൊടുക്കണം, നോട്ടീസ് രജിസ്ട്രാറിന് കൊടുക്കണം. കൺവീൻ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട് അല്ലെങ്കിൽ ഡ്യൂട്ടി ആർക്കാണുള്ളത്, ഡയറക്ടറിനാണുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റെസൊല്യൂഷൻസിന്റെ നോട്ടീസിന്റെ അത് ആർക്ക് അയച്ചു കൊടുക്കണം, രജിസ്ട്രാറിന് അയച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്, നമ്മുടെ ആർക്കുണ്ട്, ഡയറക്ടറിനുണ്ട്. ഓക്കെ, ദെൻ സെൻഡ് ടു ദ രജിസ്ട്രാർ ഓഫ് ഡയറക്ടർ സെക്രട്ടറി നോട്ടിഫൈ ദ ചേഞ്ച് എന്തെന്നുണ്ടെങ്കിലും രജിസ്ട്രാറിനെയും അതുപോലെ തന്നെ ഇന്റിമേറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ടു സീ ദാറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഷെയർ വാറണ്ട്സ് ആർ കെപ്റ്റ് ഫോർ ഡെലിവറി ആൻഡ് കീപ് ദ രജിസ്റ്റർ ഓഫ് മോർഗേജ് ആൻഡ് ചാർജസ്. Then give all necessary information and explanation, അതുപോലെ തന്നെ സബ്മിറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. സോ കീ പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കീ പോയിന്റ്സ് എല്ലാം എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് ഒരു 2-3 തവണയെങ്കിലും വായിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് കാണാം. ഒന്ന് പോസ് ചെയ്ത് വെക്കുക, ഇത് 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് നോക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, അടുത്ത പോർഷനിലേക്ക് വരിക. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആണ്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ടു ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്, വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ടു എക്സസൈസ് ഹിസ് ഡ്യൂട്ടീസ് വിത്ത് ഡ്യൂ കെയർ ആൻഡ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഡിലിജൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ജനറൽ എന്താണ്, ഡ്യൂട്ടിയാണ്. ഡയറക്ടർ ഷാൽ നോട്ട് ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ മേ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻട്രസ്റ്റ് ദാറ്റ് പോസിബിളി കോൺഫ്ലിക്ട് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് കമ്പനി. കമ്പനിയുടെ ഇൻട്രസ്റ്റുമായിട്ട് കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റിൽ ഇൻവോൾവ് ആവാതിരിക്കുക എന്നുള്ളത് ഡയറക്ടറിന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ്. ആൻഡ് ഡയറക്ടർ ഓഫ് കമ്പനി ഷാൽ നോട്ട് അച്ചീവ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു അച്ചീവ് അണ്ടർ എനി അൺഡ്യൂ ഗെയിൻ, ഈ കമ്പനിയുടെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും അൺഡ്യൂ ഗെയിൻ ഒന്നും അച്ചീവ് അറ്റംപ്റ്റ് ചെയ്യരുത് എന്നുള്ളത് എന്താണ്, ഡയറക്ടറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അത് അയാൾക്കോ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സിനോ പാർട്ട്നേഴ്സിനോ അസോസിയേറ്റ്സിനോ ആർക്കും ആയിക്കോട്ടെ കമ്പനിയുടെ ഇതിൽ ആള് ഒരു അൺഡ്യൂ ഗെയിൻ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ല എന്നുള്ളത്. ആൻഡ് ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ നോട്ട് അസൈൻ ഹിസ് ഓഫീസ് ആൻഡ് എനി അസൈൻമെന്റ് സോ മെയ്ഡ് ഷാൽ ബി വോയിഡ്. Then if a director of a company contravenes the provisions, contravene ചെയ്യുവാണെന്നുണ്ടെങ്കിൽ he is liable. അതും അയാളുടെ ഡ്യൂട്ടി ആണ്. ഇതിലേതെങ്കിലും ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അയാൾ will be liable for 1 lakh rupees which may extend to 5 lakh. എത്ര രൂപയാണ്, 1 lakh തൊട്ട് 5 lakh വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം. ഓക്കെ, ദെൻ ഇനി ഒരു ഡയറക്ടേഴ്സിന്റെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡ്യൂട്ടീസ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്, ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ആണ്. എന്തെങ്കിലും പേഴ്സണൽ ലയബിലിറ്റി ആർക്ക് ഇല്ല, നമ്മുടെ ഡയറക്ടറിന് ഇല്ല. ഡയറക്ടർ ഇൻകോർ നോ പേഴ്സണൽ ലയബിലിറ്റി ഇഫ് ഹി ആക്ട്സ് ആണ്
ഇഫ് ഹി എപ്പോഴാണ് ആ ഒരു പേഴ്സണൽ ലയബിലിറ്റി വരാത്തത്, ഇഫ് ഹി ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹിസ് ആക്ടിവിറ്റീസ് ഇൻട്രാവയസ് ദ കമ്പനീസ് ആക്ട്. നമ്മൾ പറഞ്ഞു അൾട്രാവയസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ബിയോണ്ട് ദ പവർ വർക്ക് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ അൾട്രാവയസ് എന്ന് പറയുന്നത്. സോ ഇൻട്രാവയസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ പവർ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡയറക്ടറിന് എന്ത് വരില്ല, പേഴ്സണൽ ലയബിലിറ്റീസ് വരില്ല. പക്ഷേ there may be certain circumstances when the director may be held personally responsible for the acts done by them. എന്തെങ്കിലും ആക്ടിവിറ്റീസ് അൾട്രാ വയസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ he will obviously be liable for that. ഫസ്റ്റ് വൺ ലയബിലിറ്റീസ് ടു ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കമ്പനിയോടും ക്രിമിനൽ ലയബിലിറ്റിയും ഉണ്ട്. കമ്പനിയോടുള്ള ലയബിലിറ്റി ഉണ്ട്, ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഔട്ട്സൈഡേഴ്സിനോട് ആസ് എൻ ഏജന്റ്, ഡയറക്ടർ ആക്ട്സ് ലൈക്ക് എൻ ഏജന്റ് ഓഫ് ദ കമ്പനി. നമ്മൾ ലീഗൽ പൊസിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഏജന്റ് വിൽ ബി ലയബിൾ എപ്പോൾ താഴെ പറഞ്ഞിരുന്നത് കോഴ്സസ്. If the director enter into any contract with any outsider കോൺട്രാക്ട് ചെയ്യുവാണ്, പേഴ്സണൽ നെയിമിൽ കമ്പനിയുടെ ഏജന്റ് ആയിട്ട് കമ്പനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും പെർഫോം ചെയ്തത്, പക്ഷെ കമ്പനിയുടെ പേര് പറയാതെ പേഴ്സണൽ നെയിമിലാണ് അയാൾ കോൺട്രാക്ട് ചെയ്തത് എങ്കിൽ അയാൾക്ക് എന്താവും, ലയബിലിറ്റി ഉണ്ടാവും. നോയിങ്ലി എൻറ്റേർഡ് ഇൻ ടു എനി അൾട്രാവയസ് കോൺട്രാക്ട്, അൾട്രാവയസ് കോൺട്രാക്റ്റിൽ നോയിങ്ലി എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അയാൾക്ക് എന്തുണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. എൻ്റർ ഇൻ ടു കോൺട്രാക്ട് വിത്ത് തേർഡ് പാർട്ടി പേഴ്സണൽ നെയിമിൽ വരുവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അൾട്രാവയസ് ഓഫ് കമ്പനി ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്തുണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. മിസ്ലീഡിംഗ് പ്രോസ്പെക്ടസിൽ സൈൻ ചെയ്യുവാണ്, ഇഷ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഔട്ട്സൈഡറിനോട് ഹി വിൽ ബി ലയബിൾ. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ആണ്, നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. അതിൽ പബ്ലിക്കിന് കിട്ടുന്ന ഡോക്യുമെന്റ് ആണ്. ആ പബ്ലിക്കിന് കിട്ടുന്ന ഡോക്യുമെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കിനോട് ഹി വിൽ ബി ലയബിൾ. ദെൻ വിത്ത് റിഗാർഡ് ടു അലോട്ട്മെന്റ് ഇറഗുലർ അലോട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഹി ഈസ് ലയബിൾ ടു ദ ഔട്ട്സൈഡർ. അതുപോലെ തന്നെ stated minimum has not been subscribed and thereby failure to repay application monies. In case നമ്മളുടെ മിനിമം എമൗണ്ട് കിട്ടി, ആപ്ലിക്കേഷൻ മണി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ അത് റീപേയ്മെന്റ് നടത്തണം എന്നുള്ളതാണ്. അലോട്ട്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മണീസ് എന്ത് ചെയ്യണം, റീപേയ്മെന്റ് നടത്തണം. അത് ചെയ്യാത്ത പക്ഷം ആർക്ക് ലയബിലിറ്റി വരും, ഡയറക്ടേഴ്സിന് ലയബിലിറ്റി വരുന്നതാണ്. Then if default is made in complying with the provisions of section 40, section 40 ൽ എന്താണ് പറയുന്നത്, securities to be dealt with stock exchanges, the company shall be punishable with a fine shall not be less than 5 lakh but which may extend to 15 lakh. അതായത് 5 lakh തൊട്ട് 15 lakh വരെ നമ്മളിപ്പോൾ ഒരുപാട് പണിഷ്മെന്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സോ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പോവുക. ആൻഡ് ഇവിടെ ഇംപ്രിസൺമെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ of a term which may extend to 1 year or with the fine shall not be ഓഫീസർ ഇൻ ഡിഫോൾട്ടിനാണ് ഈ ഒരു കാര്യം വരുന്നത്. കമ്പനിയുടെ കേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 5 lakh to 50 lakh വരെ. അതുപോലെ തന്നെ ഇംപ്രിസൺമെന്റ് വരുന്നത്, കമ്പനീനെ കൊണ്ട് നമുക്ക് ജയിലിൽ അടയ്ക്കാൻ പറ്റില്ല. ഇവർ ഓഫീസർ ഇൻ ഡിഫോൾട്ടിന്, അതായത് ഡയറക്ടേഴ്സിന് എന്ത് വരും, ലയബിലിറ്റി വരുന്നത് ഇംപ്രിസൺമെന്റോട് കൂടിയാവാം. ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 year ആൻഡ് ഫൈൻ ആവാം. ഫൈൻ എങ്ങനെ വരുന്നത്, 50,000 തൊട്ട് 3 lakh വരെ പോകാം. 50,000 തൊട്ട് 3 lakh വരെ പോകാം. 50,000 തൊട്ട് 3 lakh വരെ പോകാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആണെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. ലയബിലിറ്റി ടു കമ്പനി. ഇനി ഒരു ഡയറക്ടർ എങ്ങനെയാണ് കമ്പനിയോട് ലയബിൾ ആവുന്നത്, സിംപ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിന് ബിയോണ്ട് എന്തെങ്കിലും ഇയാൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ. അൾട്രാ വയസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിയോണ്ട് ദ പവർ, അയാൾക്ക് അതിൽ കൊടുത്തിട്ടുള്ള പവറിന് പുറമെ അയാൾ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ ടു കമ്പനി. ആൻഡ് അതുപോലെ തന്നെ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വെൻ ദ ഡയറക്ടർ ഗുഡ് ഫെയ്ത്തിൽ അതുപോലെ തന്നെ റീസണബിൾ ഡിലിജൻസിലൊക്കെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെയല്ല വർക്ക് ചെയ്ത് ഡിസോണസ്റ്റ്ലി ആണ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി held liable for the breach of trust. He will be held liable for the breach of trust. അതുകൊണ്ട് എന്താണ്, കമ്പനി ഇയാളെ ഒരു ഏജന്റ് ആയിട്ട് ട്രസ്റ്റി ആയിട്ടൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയോട് ഓണസ്റ്റ് ആയിരിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അയാളത് കമ്മിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ ഫോർ ദ ബ്രീച്ച് ഓഫ് എന്ത്, ട്രസ്റ്റ്. Then negligence. Directors are required to act with reasonable skill and care. ഇനി അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ നെഗ്ലിജൻസ് കൊണ്ട് എന്തെങ്കിലും നഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ കമ്പനിയോട് ഹി വിൽ ബി ലയബിൾ. അതുപോലെ തന്നെ മാലിഫൈഡ് ആക്ട്, അതായത് എന്തെങ്കിലും ഫ്രോഡ് കരമായിട്ടുള്ള കാര്യങ്ങളിൽ കമ്പനിയുടെ ഡയറക്ടർ ഏർപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഓൾസോ ലയബിൾ ഫോർ ദാറ്റ് ടു. ഇനി ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ഹെൽഡ് ക്രിമിനലി ലയബിൾ ഫോർ എനി ഒഫൻസ് കമ്മിറ്റഡ്, എന്തെങ്കിലും
എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒഫൻസ് തെറ്റായിട്ട് തന്നെ ചെയ്യുവാണെന്നുള്ളത്. നേരത്തെ നമ്മൾ മിസ്റ്റേക്കുകളും കാര്യങ്ങളും നെഗ്ലിജൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി തെറ്റായിട്ട് മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹി മേ ബി പെനലൈസ്ഡ് വിത്ത് എ ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ബോത്ത്. ഫൈൻ ആവാം, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് മാത്രമാവാം, അല്ലെങ്കിൽ രണ്ടും കൂടെ വേണമെങ്കിലും ഇയാൾ ലയബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ക്രിമിനൽ ലയബിലിറ്റി വരുന്ന കുറച്ച് കേസുകളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. പ്രോസ്പെക്ടസിൽ എന്തുണ്ട്, അൺട്രൂ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ ആസ് എ ക്രിമിനൽ ലയബിലിറ്റി വരും. ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തിട്ടില്ല, നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക്, ഹി വിൽ ബി having criminal liability. And if return of allotment is not filed, return of allotment ഫയൽ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് ദ രജിസ്ട്രാർ, അതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് നോട്ട് കോൾഡ്, ആനുവൽ ജനറൽ മീറ്റിംഗ് പ്രോപ്പറായിട്ട് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ. ആനുവൽ അക്കൗണ്ട്സ് നോട്ട് പ്ലേസ്ഡ് ബിഫോർ, എല്ലാ ആനുവൽ ജനറൽ മീറ്റിംഗിന് മുമ്പും ആനുവൽ ജനറൽ മീറ്റിംഗിന് മുമ്പാകെയും ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ. ഫെയിലിയർ ടു DINന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DIN ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഫെയിൽ ചെയ്യണം, അല്ലെങ്കിൽ മോർ ദാൻ 1 DIN ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഹാവിങ് ക്രിമിനൽ ലയബിലിറ്റി. അതുപോലെ തന്നെ failure on part of existing directors to intimate the company with 1 month in respect of DIN. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി CG ഇവർക്ക് DIN കൊടുത്ത് 1 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് കമ്പനീനെ ഇൻറ്റിമേറ്റ് ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹി ഓൾസോ വിൽ ബി ഹാവിങ് ക്രിമിനൽ ലയബിലിറ്റി. ഡിസൊബേയിങ് ദ ഡയറക്ഷൻസ് ഓഫ് രജിസ്ട്രാറിന്റെ ഡയറക്ഷൻസ് ഡിസൊബേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെയ്ഡ് ചെയ്തത് വിത്തൗട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ മാത്രമേ ഒരു മിനിമം നമ്പർ ഓഫ് എമൗണ്ട് ഉണ്ടായിരിക്കും, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അലോട്ട്മെന്റ് നടത്താൻ പറ്റുള്ളൂ എന്നുണ്ട്. ആ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെയാണ് അലോട്ട്മെന്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഹി ഓൾസോ വിൽ ബി ലയബിൾ. റിക്വയർഡ് ടു ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ ടു ദ ഡയറക്ടേഴ്സ്. ആൻഡ് ഡയറക്ടേഴ്സ് ഓഡിറ്റ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് എന്ത് ലയബിലിറ്റി വരും, ക്രിമിനൽ ലയബിലിറ്റി വരും. ദെൻ ആക്ടിങ് ആസ് എ ഡയറക്ടർ ഓഫ് കമ്പനി ആഫ്റ്റർ റിമൂവൽ ഓഫ് ട്രിബ്യൂണലായിട്ട് ഈ ഡയറക്ടറിനെ റിമൂവ് ചെയ്തിട്ട് പിന്നെയും അയാൾ ഡയറക്ടറായിട്ട് നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹി ഓൾസോ വിൽ ബി ലയബിൾ ഫോർ ദാറ്റ്. ഏത് ലയബിലിറ്റിയാണ്, ക്രിമിനൽ ലയബിലിറ്റിയാണ്. ട്രിബ്യൂണലിൽ റിമൂവ് ചെയ്തതിന് ശേഷവും ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റി വരുന്നതായിരിക്കും. ഫോൾസ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ ഇൻ ക്രിമിനൽ ലയബിലിറ്റി. അതുപോലെ തന്നെ 20 കമ്പനീസിൽ കൂടുതൽ ഇയാൾ ഡയറക്ടറായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ ഹി ഓൾസോ വിൽ ബി ഹാവിങ് ക്രിമിനൽ ലയബിലിറ്റി. ഇത്രയും ലയബിലിറ്റീസ് ആണ് അവർക്ക് ഒരു ഡയറക്ടേഴ്സിന് വരാനുള്ളത്. അപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട എന്നാൽ ഒരുപാട് പവേഴ്സ് ഉള്ള ഒരു പൊസിഷൻ തന്നെയാണ് ഡയറക്ടേഴ്സിൻ്റെത്. ഇനി ഡയറക്ടർ ആവാനുള്ള റെസ്ട്രിക്ഷൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏജ് ലിമിറ്റിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് നോ പ്രിസ്ക്രൈബ്ഡ് എനി ഏജ് ലിമിറ്റ്. ഓക്കെ. നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ്, മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 20 കമ്പനീസിന് കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റി വരും. അതായത് ലിമിറ്റ് എന്ന് പറയുന്നത് 20 കമ്പനീസ് ആണ് മാക്സിമം ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ദെൻ അസൈൻമെന്റ് ഓഫ് ഓഫീസ്, അസൈൻമെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഓഫീസ് ബൈ എ ഡയറക്ടർ ടു അനദർ പേഴ്സൺ എന്ന് പറയുന്നത് prohibited ആണ്. ഡയറക്ടർ cannot assign his office in favor of anyone else. ഒരു ഡയറക്ടറിന് മറ്റൊരു ഡയറക്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ഡയറക്ടറിലേക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല, അതിൻ്റെ അയാളുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ്, ഇഫ് എ ഡയറക്ടർ ഇസ് ഹാവിങ് എനി ഇൻട്രസ്റ്റ്, നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ലോൺ ടു ഡയറക്ടേഴ്സ് ഇസ് സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ബൈ ദ ആക്ട്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ലോൺ ദാറ്റ് ആർ പ്രൊഹിബിറ്റഡ് ബട്ട് ഓൾസോ ഗിവിംഗ് ഗ്യാരണ്ടി ഫോർ ലോൺ. ഇതും പ്രൊഹിബിറ്റഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. ദ റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ ലോൺ ടു മാനേജിംഗ് ഡയറക്ടർ. വെറും ഡയറക്ടറിന് ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടറിന് ഇത് എന്തല്ല ആപ്ലിക്കബിൾ അല്ല. ദെൻ ഹു ഓൾ ആർ എ കീ മാനേജീരിയൽ പേഴ്സൺ. കീ മാനേജീരിയൽ പേഴ്സൺ ഹു ഇസ് എ KMP അല്ലെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സൺ എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO അല്ലെങ്കിൽ MD അല്ലെങ്കിൽ മാനേജർ, ഇവരെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, KMP കീ മാനേജീരിയൽ പേഴ്സൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ദെൻ ഒരു കമ്പനി സെക്രട്ടറി, അതായത് CS അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ, WTD അല്ലെങ്കിൽ CFO, ഇവരെയൊക്കെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, KMP ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സച്ച് അതർ ഓഫീസേഴ്സ് നോട്ട് മോർ ദാൻ 1 ലെവൽ ബിലോ ദ ഡയറക്ടേഴ്സ് ഹു ഈസ് ഇൻ all time employment and designated as key managerial person by the board.
ബോർഡ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് കീ മാനേജറിയൽ പേഴ്സൺ ആയിട്ട്, അയാൾ കീ മാനേജറിയൽ പേഴ്സൺ ആവും. അതുപോലെ തന്നെ നോട്ട് മോർ ദാൻ 1 ലെവൽ ബിഫോർ ദ ഡയറക്ടർ ഹൂ ഈസ് ഇൻ ഹോൾ ടൈം എംപ്ലോയ്മെന്റ്. ഹോൾ ടൈം എംപ്ലോയ്മെന്റിലുള്ള ഒരു ഡയറക്ടറിന്റെ ഒരു ലെവലിൽ കൂടുതൽ താഴേക്ക് പോകുന്ന പൊസിഷൻ ആവരുത് ഈ ഒരു ഓഫീസർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹി ഓൾസോ വിൽ ബി എ കീ മാനേജറിയൽ പേഴ്സൺ. സച്ച് അതർ പേഴ്സൺ പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആക്ടിൽ. ഇനി പ്രിസ്ക്രൈബ് ചെയ്ത് മറ്റാൾക്കാരെ ഈ ഒരു കീ മാനേജറിയൽ പേഴ്സന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ദെൻ നമ്മൾ പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ എന്നും ഹോൾ ടൈം ഡയറക്ടർ എന്നും പറഞ്ഞു. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ്. മാനേജ്മെന്റ് ഡയറക്ടറിന്റെ എൻട്രസ്റ്റഡ് വിത്ത് ദ സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഓഫ് ദ മാനേജ്മെന്റ്. എന്നാൽ ഹോൾ ടൈം ഡയറക്ടറിന് എന്താണുള്ളത്? മിയർലി എന്ന് പറയുന്നത് എംപ്ലോയി ആണ്. അതുപോലെ തന്നെ ഡസ് നോട്ട് ഹാവ് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഡയറക്ടർ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജ്മെന്റ് കനോട്ട് എക്സിസ്റ്റ് സൈമൾട്ടേനിയസ്ലി എവിടെ ഒരു കമ്പനിയില്ല. പക്ഷേ ഒരു മാനേജിംഗ് ഡയറക്ടറിനും ഹോൾ ടൈം ഡയറക്ടറിനും അറ്റ് ദ സെയിം ടൈം അവിടെ ഉണ്ടാവും. ഒരു മാനേജിംഗ് ഡയറക്ടർ തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹോൾ ടൈം ഡയറക്ടറിനും മാനേജ്മെന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ രണ്ടുപേരും അറ്റ് ടൈം അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതേസമയം മാനേജിംഗ് ഡയറക്ടർ ഉണ്ടെങ്കിൽ മാനേജർ വേണമെന്നില്ല, മാനേജർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ വേണം ഇല്ല എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. എ പേഴ്സൺ ക്യാൻ ബി എ മാനേജിംഗ് ഡയറക്ടർ ഓഫ് അനദർ കമ്പനി അറ്റ് എനി ടൈം, ബട്ട് എ പേഴ്സൺ ബീങ് എ ഹോൾ ടൈം employee of the company cannot be a whole time director of more than one company. WTD എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ മാത്രമേ ആയിരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇയാൾ ഈ കമ്പനിയിൽ WTD ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്പനിയിൽ WTD ആയിരിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ മാനേജിംഗ് ഡയറക്ടറിന് അത് പോസിബിൾ അല്ല. അയാൾ ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ മാനേജിംഗ് ഡയറക്ടറായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ഈ പറഞ്ഞ മാനേജിംഗ് ഡയറക്ടർ ആയിക്കോട്ടെ ഹോൾ ടൈം ഡയറക്ടർ ആയിക്കോട്ടെ ഇവരെ നമ്മൾ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, further a company shall not appoint അല്ലെങ്കിൽ reappoint any person as managing director അല്ലെങ്കിൽ manager അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ ഫോർ എ ടേം എക്സീഡിങ് 5 years. 5 yearsൽ കൂടുതൽ ഒരാളെ വെച്ച് വഴിക്കരുത്. 5 yearsൽ കൂടുതൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീഅപ്പോയിന്റ് ചെയ്യുകയോ പാടില്ല. ഡയറക്ടർ ആയിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, മാനേജിംഗ് ഡയറക്ടർ ആയിക്കോട്ടെ, ഹോൾ ടൈം ഡയറക്ടർ ആയിക്കോട്ടെ. ഓക്കെ. And no reappointment shall be made earlier than 1 year before the expiry of his term. And also this means company may reappoint them for the next term in the last 1 year of the current term. Okay അല്ലേ? Then ഇനി ഒരു പ്രൊസീജിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 194ലാണ് പ്രൊസീജിയറിനെ പറ്റി പറയുന്നത്, അപ്പോയിന്റ്മെന്റിന്റെ പ്രൊസീജിയറിനെ പറ്റി പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 8 മാർക്സിന് ചോദിച്ച് കാണാനുള്ള ഒരു ചാൻസ് ഉള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യുക, വായിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് മാത്രമേ അതുള്ളൂ. ഓക്കെ. സോ അത് നിങ്ങൾ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. അധികം റെലവൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ, അതുപോലെ തന്നെ മാനേജറിനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. 21 yearsൽ കുറവായിരിക്കാനായിട്ട് പാടില്ല, 70 yearsൽ കൂടുതലായിട്ട് പാടില്ല. 21 to 70 years ആണ് അവർ ഏജ് ലിമിറ്റ് പറയുന്നത്. 21 to 70 years ഓൾഡ് ആണ് എന്ത് പറയുന്നത്, ഏജ് ലിമിറ്റ് പറയുന്നത്. ഈസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ പറഞ്ഞ മാനേജിംഗ് ഡയറക്ടറോ മാനേജറോ ഹോൾ ടൈം ഡയറക്ടറോ ആവാനായിട്ട് പറ്റില്ല. അറ്റ് എനി ടൈം സസ്പെൻഡഡ് പേയ്മെന്റ് ടു ദ ക്രെഡിറ്റേഴ്സിന് എന്തെങ്കിലും പേയ്മെന്റ്സ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഡിലേ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹി വിൽ നോട്ട് ബി ഓക്കെ. ദെൻ ഹാസ് അറ്റ് എനി ടൈം കൺവിക്റ്റഡ് ബൈ ദ കോർട്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കോർട്ട് എന്തെങ്കിലും തെറ്റിൽ അയാളെ പിടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു 6 months കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇംപ്രിസൺമെന്റ് ഒരു 6 മാസത്തേക്കിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹി ഓൾസോ വിൽ ബി റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ്. ഇംപ്രിസൺമെന്റ് ഫോർ എനി പീരീഡ്, ഏതെങ്കിലും പീരീഡിലേക്ക് ഇംപ്രിസൺഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിൽ നോട്ട് ബി എ മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ. ദെൻ അവിടെ ഫൈനിന്റെ കേസാണ് പറയുന്നത്. ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ്. ഫൈൻ വരുമ്പോൾ 1000 rupeesലെങ്കിലും ഫൈൻ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. He has not been detained for any period under the Conversion of Foreign Exchange and Prevention of Smuggling Activities Act 1974. അത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക.
He has completed the age of 21 years and has not. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് തന്നെയാണ്. He's a managerial person in more than one company. He draw remuneration from one or more companies. അയാൾ ഒന്നിൽ കൂടുതൽ കമ്പനീസിൽ ഒരു മാനേജീരിയൽ പേഴ്സൺ ആണ്, ഹോൾ ടൈം ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ he is not liable. അതുപോലെ തന്നെ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്നുള്ളതും എന്താണ്, ക്വാളിഫിക്കേഷൻ ആണ്. സോ ഒരു മാനേജീരിയൽ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ കമ്പനീസ്, നോ പ്രോഫിറ്റ്, ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇന്നാഡ്വക്കേറ്റ് പ്രോഫിറ്റ് ഉള്ള കേസിൽ മാനേജീരിയൽ റെമ്യൂണറേഷൻ നമ്മൾ കൊടുക്കുന്ന ടേബിളാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ടേബിൾ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കിയിട്ട് പോവുക. മാനേജീരിയൽ റെമ്യൂണറേഷൻ പേയബിൾ ബൈ ദ കമ്പനി ഹാവിംഗ് നോ പ്രോഫിറ്റ്, അതുപോലെ തന്നെ ഇന്നാഡ്വക്കേറ്റ് പ്രോഫിറ്റ് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ടേബിൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. എനിവേ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ ഇനി റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും, നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് കമ്പനി മേ വൈൽ അക്കോർഡിംഗ് ടു ദ അപ്രൂവൽസ് ഓഫ് സെക്ഷൻ ഏതാണ്, സെക്ഷൻ 196 അപ്പോയിന്റ്മെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ 177 may fix within the limits specified in this act such amount അല്ലെങ്കിൽ പെർസെൻറ്റേജ് as may be. നമ്മളിവിടെ പറഞ്ഞില്ലേ ഈ ഒരു ലിമിറ്റ്, ആ ഒരു ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം. ഫിനാൻഷ്യൽ പൊസിഷൻ, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ കമ്മീഷൻ ഡ്രോൺ ബൈ ഇൻഡിവിജ്വൽ കൺസേൺ ഇൻ എനി അതർ കപ്പാസിറ്റി, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ ഓർ കമ്മീഷൻ ഡ്രോൺ ബൈ ഹിം ഫ്രം എനി അതർ കമ്പനി, അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ റിഗാർഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ റൂൾ 6 വാലിഡ് ആക്കിയിട്ടുണ്ടാവണം. സോ നമ്മളുടെ മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന ചാപ്റ്റർ മൊഡ്യൂൾ 5 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു റിവിഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കിയിട്ട് തന്നെ എക്സാമിന് പോവുക, മാക്സിമം സ്കോർ ചെയ്യുക. നമ്മൾ ഇതുവരെ റിവൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ റിവൈൻഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങളത് റിവൈസ് ചെയ്ത് പോവുക. ഓൾ ദി ബെസ്റ്റ്. അപ്പം നമുക്ക് അടുത്തൊരു മൊഡ്യൂളിൽ കാണാം.